നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും UDF നേടി. അവർക്ക് നഷ്ടപ്പെട്ടത് ആലപ്പുഴ മാത്രമായിരുന്നു. കോട്ടയം ജയിച്ച സ്ഥാനാർത്ഥി പിന്നീട് LDF ആയതുകൊണ്ട് അവരുടെ അവസ്ഥ 18ആയി മാറി. 18 സിറ്റിംഗ് MP മാരുമായാണ് ഇക്കുറി കോൺഗ്രസും UDFും മത്സര രംഗത്തുള്ളത്. പക്ഷേ LDF അവരുടെ 20 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ബഹുദൂരം മുന്നേറിയിട്ടും ഈ 18 സിറ്റിംഗ് MP മാരുള്ള കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ജയിക്കും. പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വലിയ തോതിൽ ആരോപണങ്ങളുണ്ടാവും. ഒന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ LDFനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഉചിതമോ എന്ന ചോദ്യം പ്രധാനമാണ്. രണ്ട്, പാകിസ്ഥാൻ പ്രേമികളാണ് വയനാട്ടിലുള്ളത് എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ BJP നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ രാഹുൽ ഗാന്ധിക്ക് ഭയമാണ് എന്ന ആരോപണം ഉണ്ടാവുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ BJP വിജയസാധ്യതയോടുകൂടി മത്സരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, അത് കർണാടകയിലോ തെലങ്കാനയിലോ പോയി മത്സരിക്കാൻ ആലോചനയുണ്ട്. കർണാടകയിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ്സുകാർ രാഹുലിനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നു. കൂടുതൽ തെലങ്കാനയിലാണ് സാധ്യത. കാരണം കർണാടകയിൽ BJPക്ക് കടുത്ത സ്വാധീനമുണ്ട്, തെലങ്കാനയിൽ BJPക്ക് അത്രയും വലിയ സ്വാധീനമില്ല. അതുകൊണ്ട് തെലങ്കാനയിൽ മത്സരിക്കാനുള്ള സാധ്യത തെളിയുകയാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 4 മുസ്ലിം സ്ഥാനാർത്ഥികളെ CPM മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലുമില്ല. കഴിഞ്ഞ തവണ പേരിനുണ്ടായിരുന്നത് ഷാനിമോൾ ഉസ്മാനാണ്, തോറ്റുപോയി. ഷാനിമോൾ ഒരു മുസ്ലിം വനിതയായതുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥിയുടെ സാധാരണ അംഗീകാരം കിട്ടില്ല. അതുകൊണ്ട് തന്നെ പുരുഷനായൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതിനെ പറ്റിയൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിന് ഇല്ല എന്നതാണ് സത്യം. ആലപ്പുഴയിൽ ഷുക്കൂർ മാത്രമാണുള്ളത്. ഷുക്കൂർ ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് അല്ല. അതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് മാത്രം ജയിക്കാത്തൊരു സ്ഥാനാർത്ഥി എങ്ങനെ നിർത്തുമെന്ന് ചോദ്യമുണ്ടാവും. പിന്നെ അവരുടെ മുമ്പിലുള്ള ഒരു അറിയപ്പെടുന്ന മുസ്ലിം നേതാവ് എന്ന് പറയുന്നത് MM ഹസനാണ്. ഹസൻ എവിടെ പോയി നിന്നാലും ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നല്ല മുസ്ലിം സ്ഥാനാർത്ഥി കോൺഗ്രസിനില്ല. പിന്നെ അല്ലെങ്കിൽ എറണാകുളം DCC പ്രസിഡന്റ് നിയാസിനെ നിർത്തണം. സ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ എറണാകുളത്തിൻ്റെ സംസ്കാരവും സ്വഭാവവുമാണ് ുള്ളത്. അതുകൊണ്ട് തന്നെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? ഇനി നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യമെടുത്താൽ മുസ്ലിമാണെന്ന് മുസ്ലിം ലീഗുകാർ അംഗീകരിക്കില്ല. അതുകൊണ്ട് വയനാട്ടിൽ എവിടെ നിന്നെങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി ആ പേരുദോഷം മാറ്റാൻ തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന് ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം, അതിനെ പറ്റിയൊരു മണ്ഡലവും കണ്ടെത്തണം. അതുമല്ലെങ്കിൽ നല്ല സ്ഥാനാർത്ഥി ഉള്ളിടത്ത് അവർ നിലവിലുള്ള സിറ്റിംഗ് MP മാറ്റി പരീക്ഷിക്കണം. പണ്ട് ചാലക്കുടിയും തൃശ്ശൂരും മാറ്റി പരീക്ഷിച്ചതുപോലെ അത്തരമൊരു ആലോചനയും നടക്കുന്നുണ്ട്. കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാം എന്ന ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ സുധാകരൻ അല്ലാതെ ആര് മത്സരിച്ചാലും കണ്ണൂർ കൈവിട്ടു പോകും എന്ന റിപ്പോർട്ട് വന്നതോടെ സുധാകരൻ അവിടെ മത്സരിക്കും എന്ന തീരുമാനമായിരിക്കുന്നു. പിന്നെ അവശേഷിക്കുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ പിടിച്ചെടുക്കാൻ KC വേണുഗോപാൽ തന്നെയാണ് നല്ലതെന്ന തീരുമാനത്തിൽ എത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിക്ക് പകരം കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് ആലപ്പുഴയാകുമെന്ന് ഉറപ്പാണ്. ആലപ്പുഴയിലെ മുൻ MP ആണ് വേണുഗോപാൽ. ഇപ്പോൾ വേണുഗോപാലിന് ദേശീയ തലത്തിൽ കിട്ടിയിരിക്കുന്ന രണ്ടാമൻ പരിവേഷം തീർച്ചയായും വേണുഗോപാലിന് ഗുണം ചെയ്യും. അങ്ങനെ ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു. ആലപ്പുഴയിൽ വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആലപ്പുഴയിൽ നിർത്തണം എന്ന അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നേരിടാൻ പോകുന്ന പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ ആലപ്പുഴയിൽ പോയി മത്സരിച്ചാൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ എവിടെ നിന്ന് കിട്ടുമെന്നതാണ്. വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിക്കാൻ കഴിയും. ഒന്നുകിൽ വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും ജയിക്കുന്ന സീറ്റ് പത്തനംതിട്ടയാണ്. എന്നാൽ പത്തനംതിട്ടയിലെ സിറ്റിംഗ് MP ആന്റോ ആന്റണി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാണ്. ആന്റോ ആന്റണിയെ മാറ്റി മറ്റൊരു സീറ്റിലേക്ക് പരീക്ഷിക്കാൻ കഴിയില്ല. ആന്റോ ആന്റണി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് മറ്റെന്തെങ്കിലും പദവി കൊടുത്തായിരിക്കും ഒരുപക്ഷെ അതിന് പരിഹാരമുണ്ടാവുന്നത്. ആന്റോ ആന്റണിയുടെ കാര്യത്തിൽ വിജയസാധ്യത ഉറപ്പില്ല എന്നാണ് KPCCയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ PC ജോർജ് BJPയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയൊരു വിഭാഗം ജോർജിന് പോകുമെന്നും തോമസ് ഐസക്ക് ചുളിവിൽ നേടുമെന്നുമുള്ള ആശങ്ക ശക്തമാണ്. കഴിഞ്ഞ തവണ UDF തരംഗം ആഞ്ഞു വീശിയിട്ടും പത്തനംതിട്ടയിലെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമുള്ള 2-3 സീറ്റുകളിൽ ഒന്നായിരുന്നു പത്തനംതിട്ട. ആലത്തൂരിലും കാസർഗോഡും വടകരയിലും വരെ ലക്ഷങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായപ്പോഴാണ് പത്തനംതിട്ടയിലെ ഭൂരിപക്ഷം ആയിരങ്ങളായി കുറഞ്ഞത്. അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കുമെന്നാണ് കണ്ടെത്തൽ.
രാഹുലിനെ അവിടെ മത്സരിപ്പിക്കണമെന്ന വാദം ശക്തമാണ്. അതല്ല, ഇപ്പോൾ ഒഴിവുള്ള സീറ്റ് എന്ന നിലയിൽ ആലപ്പുഴയിൽ മത്സരിപ്പിക്കണം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ മുസ്ലിം സ്ഥാനാർത്ഥി എവിടെ നിൽക്കും എന്ന ചോദ്യത്തിൽ തട്ടി അതൊക്കെ ആശയക്കുഴപ്പത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ആന്റോ ആന്റണിയെ എങ്ങനെ അക്കമഡേറ്റ് ചെയ്യും എന്ന പ്രശ്നവുമുണ്ട്. ആന്റോ ആന്റണി പകരം വയ്ക്കുന്നത് KPCC പ്രസിഡന്റ് പദവിയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി. KPCC പ്രസിഡന്റ് പദവി ഒരുപക്ഷെ ആന്റോ ആന്റണിക്ക് കൊടുത്തെന്ന് വരാം. ഇത്തരത്തിലുള്ള ആലോചനകളാണ് നടക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ കയ്യിലിരിക്കുന്ന സീറ്റുകൾ അധികം നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. കടുത്ത മത്സരമാണ് പലയിടങ്ങളിലും നടക്കുന്നതെന്ന് കോൺഗ്രസിന് അറിയാം. പ്രത്യേകിച്ച് CPM പരമ്പരാഗതമായ 4 സീറ്റുകളിൽ 3 പാലക്കാടും ആലത്തൂരും ആറ്റെങ്കിലും ഈ 3 സീറ്റും നഷ്ടപ്പെട്ടേക്കും എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുപോലെയാണ് ചാലക്കുടിയും തൃശ്ശൂരും. തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. പ്രതാപൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും കോൺഗ്രസിനില്ല. VS സുനിൽകുമാറും സുരേഷ് ഗോപിയും പ്രതാപനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആര് ജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കൂ എന്ന സാഹചര്യമുണ്ട്. അങ്ങനെ തൃശ്ശൂർ നഷ്ടപ്പെടാം. അതുപോലെ തന്നെ ചാലക്കുടിയുടെ സ്ഥിതിയും അത്ര സുരക്ഷിതമല്ല. ചാലക്കുടിയിൽ ബെന്നി ബെഹനാന് ആഴത്തിൽ വേരുകളുണ്ടെങ്കിലും യാക്കോബായ സഭയുടെ പിന്തുണ ബെന്നി ബെഹനാൻ ആണെങ്കിലും ആലപ്പുഴയിൽ 2020 സ്ഥാനാർത്ഥി 50,000-നും 1,00,000-നും ഇടയിൽ വോട്ട് പിടിച്ചാൽ ഇടതുപക്ഷം ജയിച്ചെന്ന് വരാം. അങ്ങനെ ആ 2 സീറ്റുകൾക്കൊപ്പം തന്നെയാണ് വടകര ഒരു വലിയ ഭീഷണിയായി മാറുന്നത്. വടകരയിൽ K മുരളീധരന്റെ പ്രസ്താവനകൾ ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വടകരയിൽ മുരളീധരനെതിരെ കടുത്ത മത്സരം തന്നെയാണ് ശൈലജ ടീച്ചർ കാഴ്ചവെക്കുന്നത്. ഇത്തരം പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് അവർ KC വേണുഗോപാലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇറക്കി 2 സീറ്റെങ്കിലും ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യത വിരളമായിരിക്കുന്നു. അദ്ദേഹം തെലങ്കാനയിലോ കർണാടകയിലോ ആയിരിക്കും. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. വയനാട്ടിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഏത് മുസ്ലിം സ്ഥാനാർത്ഥി ആയിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല.